Good morning, viewers. In the 27th April, മോർണിംഗ് മാർക്കറ്റ് ഗ്രീനിലാണ് ഞാൻ ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടത്. ഇന്ന് രണ്ട് ഫാക്ടേഴ്സ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ്. ഒന്ന് ബാങ്ക് സ്ട്രൈക്ക്, അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് വാച്ച് ചെയ്യേണ്ടി വരും. PSU ബാങ്ക്സ് ഒക്കെ ഇനി 5 ദിവസം വർക്കിംഗ് ബാങ്കിലെ സ്റ്റാഫിന് ഡിമാൻഡ് ചെയ്യുന്നു അവർ യൂണിയൻ. സോ 2 ദിവസം അവർക്ക് മാൻഡറ്ററി ഹോളിഡേ വേണമെന്ന്. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രേഡ് ഡീല് പോസിബിൾ ആണെന്നുള്ള കാര്യം കൂടി ന്യൂസ് കണ്ടു. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് ഇന്ന് മാർക്കറ്റിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടത്, ഈ നമ്മുടെ അഡാനി ജി വളരെ അഗ്രസീവ്ലി കമ്മിങ് ഇൻ ടു എയർലൈൻ സ്പേസ്. നിങ്ങൾക്കറിയാലോ, അഡാനി ജി ഓൾറെഡി കൺട്രോൾസ് ഓൾ ദി ലാൻഡുള്ള പോർട്ട്, ലാൻഡ് ലോജിസ്റ്റിക്സ്, വെയർ ഹൗസ്, ഇതൊക്കെ ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അഡാനി ജി ഈസ് കമ്മിങ് ബിഗ് വേ ഇൻ ടു എയർലൈൻ ഇൻഡസ്ട്രി. ഞാൻ കേട്ടത് അഡാനി ഈസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു ബ്രസീലിയൻ കമ്പനി ആയിട്ടുള്ള എംപ്രയർ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ട് ജോയിൻറ്റ് വെഞ്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ ഈ ഫ്ലൈറ്റിൻ്റെ സ്പെയർ പാർട്സ് ഉണ്ടാക്കിയിട്ട് ഇൻഡിജീനിയസ് ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യേണ്ട പരിപാടിയാണ് ഇവർക്കുള്ളത്. ഓൾറെഡി അഡാനി കൺട്രോൾ ചെയ്യുന്ന എയർപോർട്ട്സ് എല്ലാം അഡാനിയെ കൺട്രോൾ ചെയ്യുന്നത്. ബോംബെയിലുള്ള ഇപ്പോൾ റീസെൻ്റ്ലി അവർ അക്വയർ ചെയ്ത് ഛത്രപതി ശിവാജി ടെർമിനൽ, അത് കഴിഞ്ഞിട്ട് നവി മുംബൈ എയർപോർട്ട്, 2 സ്ട്രാറ്റജിക് എയർപോർട്ട്സ്, അതുപോലെ ബോംബെയിലുള്ള മേജർ പോർട്ട്സ്. സോ ഇന്ത്യൻ്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ബോംബെ ആണ്. സോ അതിൻ്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലിലെ എൻറ്റയർ ലോജിസ്റ്റിക്സ് ജസ്റ്റ് 1 person ഈസ് കൺട്രോളിങ്. ഓൾസോ ഇന്ത്യയിലുള്ള മറ്റുള്ള 5-6 വലിയ വലിയ എയർപോർട്ട് ലൈക്ക് തിരുവനന്തപുരം, ഗുവാഹട്ടി, മാംഗ്ലൂർ, ഇതുപോലെ പല എയർപോർട്ട്സും കൺട്രോൾ ചെയ്യുന്നത് അഡാനി തന്നെയാണ്. അപ്പോൾ അഡാനി ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ലോജിസ്റ്റിക് സെൻറ്റേഴ്സും വെയർ ഹൗസുകളും ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. സോ അഡാനി ഓൾസോ കമ്മിങ് ഇൻ ടു ഈ ഡിഫൻസിൽ മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടർസിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റ് ഇവർ വേൾഡ് ലീഡറാണ്, പക്ഷേ അവരെല്ലാം വെയിറ്റിംഗ് പീരീഡ് 20 കൊല്ലമാണ്. അതുപോലെ അവരെ ഫ്ലൈറ്റിൽ 150+ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്ലൈറ്റ് അവരുണ്ടാക്കുന്നുള്ളൂ. പക്ഷേ അതിന് കുറവുള്ള ഫ്ലൈറ്റ്, ബിലോ 150 പാസഞ്ചേഴ്സുള്ള ഫ്ലൈറ്റാണ് അഡാനി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫ്ലൈറ്റ് ആദ്യമായിട്ട് ഓടിക്കുന്നത് ഇന്ത്യയിലുള്ള ഈ സ്മോൾ എയർപോർട്ട്സ്, ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് എയർപോർട്ട്. അപ്പോൾ ഈ അഡാനിൻ്റെ ഫ്ലൈറ്റ് മെയിൻലി ഫ്ലൈ ചെയ്യുന്ന ഉഡാൻ സ്കീമിലേക്കൂട്ട ഇന്ത്യയിലുള്ള മിക്കവാറും ചെറിയ എയർപോർട്ടിൽ ഫ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ സേഫ്റ്റി ഇതൊന്നും നമ്മൾ അറിയില്ല. എത്ര കാലം ഈ അഡാനിൻ്റെ ഫ്ലൈറ്റ്, എത്ര കാലം ഇയാൾക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്നത്. So we should also concerned about the safety of the passengers. So Tata is having a big competition coming from Adani. Thank you very much for being my